നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശൻ നയനയെ ഫോൺ വിളിക്കുക. ആ സമയം നയന പറഞ്ഞു, ദേ ഞാനിപ്പൊ അങ്ങോട്ടേക്ക് വിളിക്കാൻ തുടങ്ങുമായിരുന്നു. നീ വിളിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ, ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചല്ലോ. അല്ല ഇതെന്താ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ടേക്ക് തിരികെ വരണമെന്നൊന്നും ഇല്ലേ? അത് പിന്നെ ആദർശേട്ടാ, ഇവിടെ എല്ലാവരും നല്ല വിഷമത്തിലല്ലേ, അറിയാലോ. നവ്യേച്ചിയുടെ കാര്യമൊക്കെ ഓർത്തിട്ട് എല്ലാവർക്കും നല്ല സങ്കടമുണ്ട്. അതുപോലെ തന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ. അത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അതെ അവർക്കെല്ലാവർക്കും വിഷമാണ്, നീ ഒരു കാര്യം ചെയ്യാം, പകൽ ഇങ്ങോട്ടേക്ക് വാ, എന്നിട്ട് പിന്നെ വൈകുന്നേരം കൂടി പോയാൽ മതിയല്ലോ. നാളെ വേണമെങ്കിൽ നീ ഓഫീസിലേക്ക് പോരെ, വൈകുന്നേരം നിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യാന്നൊക്കെ പറയണ. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലല്ലേ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ആദർശ് നിൽക്കണം. അല്ല മോൾ ഉറങ്ങിയോ? അതേ മോളിപ്പോൾ കിടന്ന് ഉറങ്ങിയതുള്ളൂ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, മോളെ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്ന് ഉറങ്ങിക്കോളാനൊക്കെ പറഞ്ഞിട്ട് നയന കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കുമാണ് കനക അങ്ങോട്ടേക്ക് വരുന്നത്. കനക ഒരു ഗ്ലാസ് പാലൊക്കെ ഉണ്ടേ നയനക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ കുടിക്കാൻ പറയണ. അമ്മ ഇപ്പൊ പാല് വേണോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കുടിക്കണം എന്ന് പറയണ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് പറഞ്ഞു, അതെ ആദർശേണ്ണ ഇപ്പൊ എന്നെ വിളിച്ചെന്ന് പറയണ. അതെന്താ? അല്ല അങ്ങോട്ടേക്ക് ചെല്ലാത്ത എന്താന്ന് ചോദിച്ചു. അതെ മോളെ, ആകെപ്പാടെ മോള് 2 ദിവസമല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നുള്ളൂ. എനിക്കും ആഗ്രഹമില്ലേ മോൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരണമെന്ന്. അവിടെയാണെങ്കിൽ അമ്മ ഇതൊക്കെ തന്നെ ഉണ്ടാക്കി തരും. എന്നാലും അങ്ങനെയല്ലല്ലോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോഴും മോൾ അങ്ങോട്ടേക്ക് പോകാതിരിക്കുന്ന നല്ലത് ഞാൻ നോക്കിയിട്ട്. അല്ലെങ്കിൽ തന്നെ നല്ല ദേഷ്യത്തിലായിരിക്കും നവ്യയും ജലജയൊക്കെ. ഇപ്പം മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പോലും മടിക്കില്ല. ആ ഒരു ഭയം എൻ്റെ മനസ്സിലുണ്ട്. സൂക്ഷിക്കണം കേട്ടോ മോളെ, അങ്ങോട്ട് ചെന്നാലും ചിലപ്പോൾ എന്താന്ന് പറയാൻ പറ്റില്ല. നവ്യയുടെ സ്വഭാവത്തിൽ ഇപ്പൊ പഴയതുപോലെയല്ല, വീണ്ടും മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങി. അബി ഇത്രയൊക്കെ ആയിട്ടും അവി പഠിക്കാൻ പോകുന്നില്ല. അവൻ വീണ്ടും വീണ്ടും ഓരോന്നിങ്ങനെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുമല്ലേ. നയന പറഞ്ഞു, അത് ഓർക്കുമ്പോഴൊരു വിഷമം. അബിയുടെ കള്ളത്തരൊന്നും നവ്യേച്ചിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടില്ല. നമ്മൾ എത്ര പറഞ്ഞാലും അത് മനസ്സിലാവാനും പോകുന്നില്ല. അപ്പോഴേക്കും കനക പറഞ്ഞു, അത് അറിയത്തില്ലാഞ്ഞിട്ടല്ല പറഞ്ഞു മനസ്സിലാക്കാനായിട്ട്, പക്ഷേ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്തി. കാരണം നല്ല ദേഷ്യമായിരുന്നു കനകയ്ക്ക്. ഇനി എന്നാ അവൾക്കൊരു മാറ്റം ഉണ്ടാകുന്നേ. അവളുടെ ജീവിതം കൂടെ നല്ല രീതിയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അബി ജയിലിൽ നിന്ന് ഇറങ്ങിയാലും വീണ്ടും പഴയതുപോലെ തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കുമേ. എത്ര പെൺകുട്ടികളുടെ ശാപം ഉണ്ടെന്നറിയാം അവന്റെ തലയില്. അവൻ എത്രയാളും നന്നാവാനൊന്നും പോകുന്നില്ല. പക്ഷെ നവ്യേച്ചിയുടെ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. നവ്യേച്ചി ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അബിയോട് പൊറുക്കത്തില്ല. പിന്നെ എന്താ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല. അതൊക്കെ പറഞ്ഞ് നയന വളരെയധികം വിഷമിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറക്കം വരാതെ ആദർശ ആളി വന്നിരിക്കുകയാണ്. അപ്പോഴേക്കും ദേവേനി വന്നിട്ട് ചോദിച്ചു, അല്ല നീ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല, നയനമോളില്ലാത്തോണ്ടായിരിക്കും ഇല്ലേ? അല്ല അമ്മ എന്താ ഉറങ്ങാത്തെ? അത് പിന്നെ എനിക്കും നയനയെ കാണാത്തോണ്ടല്ലേ, എനിക്കറിയാം. അതെ മോനെ, നീ ഒരു കാര്യം ചെയ്യാം, അവളെ പോയി നാളെ തന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഇനിയിപ്പോ 7 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അവിടെ സ്ഥിരം നിൽക്കുമല്ലേ. അപ്പൊ പിന്നെ എനിക്കിപ്പോ ഇപ്പോഴില്ലേ കുറച്ച് ദിവസങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അവൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. നാളെ തന്നെ നീ പോയി വിളിച്ചോണ്ട് വരണം. ശരിയമ്മേ, ഞാൻ പോയി വിളിച്ചോണ്ട് വരാം എന്നൊക്കെ ആദർശ് പറഞ്ഞു. ആദർശിനറിയാം ദേവേനിക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് നയന ഇല്ലാത്തോണ്ട്. കാരണം നയന ഇപ്പൊ ആ കുടുംബത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നു. എല്ലാവരുടെയും ജീവനാണ് ഇപ്പം നയന എന്ന് പറഞ്ഞാല്. അതിനകത്ത് ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അബിയും ജലജയും നവിയൊക്കെ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും നയനെ ഭയങ്കര കാര്യമാണ് താനും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോ നയനയ്ക്കുള്ള ചായയൊക്കെ ആയിട്ട് കനക വരുവാണ്. അപ്പോഴേക്കും നയന പറഞ്ഞു, അമ്മ ഇന്ന് ഞാൻ പോകുന്നു പറയണം. അതെന്താ പണം ഇന്ന് പോകുന്നേ? ഇന്ന് പോകാതിരിക്കാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ തന്നെ ഞാൻ അവിടെ ഇല്ലാത്തോണ്ട് അമ്മയ്ക്കാണെങ്കിലും ആദർശണ്ണയ്ക്കാണെങ്കിലും ഭയങ്കര വിഷമ. അത് കേട്ട് കഴിഞ്ഞപ്പോ കനക പറഞ്ഞു, ശരി മോള് പോയിക്കോ. പിന്നെ ആദർശ് മോനോട് പറയണം കേട്ടോ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവിടാനായിട്ട്. അതൊക്കെ ഞാൻ പറയാം അമ്മേ. അച്ഛനോട് പറഞ്ഞിട്ട് ആ ആർട്ട് ഗാലറി ഒന്നുകൂടെ വിപുലപ്പെടുത്തി എടുത്താലോ? വിപുലപ്പെടുത്താനോ? അതെ, അവിടെ ഒരു സ്റ്റാഫിനെയൊക്കെ നിർത്തുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. അച്ഛന് പിന്നെ അതിന് മേൽനോട്ടം വഹിച്ച പോരെ. ഞാൻ ആദർശനോട് പറയാം വേണേ വിപുലപ്പെടുത്തുന്നതിനെ കുറിച്ച്. വേണ്ട മോളെ, അല്ലെങ്കിൽ തന്നെ ഇപ്പം ഈ വീടൊക്കെ ഞങ്ങളുടെ പേരിലേക്ക് വാങ്ങി തന്നില്ലേ, ഇനി ആദർശ് മോനെ ബുദ്ധിമുട്ടിപ്പിച്ചാൽ ശരിയാകത്തില്ല. അതോടൊപ്പം തന്നെ ഇനി വിപുലപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ശരി, നിനക്ക് ഇങ്ങോട്ടേക്ക് വരാനോ നോക്കാനോ ഒന്നും നടക്കില്ലല്ലോ. എല്ലാം അച്ഛൻ തന്നെ വേണ്ട നോക്കാനായിട്ട്. പിന്നെ നിനക്കൊരു കുഞ്ഞൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 വർഷത്തേക്ക് ഇനിയിപ്പോൾ കഷ്ടപ്പാട് തന്നെ ആയിരിക്കും. അതിന്റെ പിന്നാലെ തന്നെ ഓട്ടം പാച്ചിലൊക്കെ ആയിരിക്കും. തൽക്കാലത്തേക്ക് എന്താണെങ്കിലും അതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കേണ്ട മോളെ. ഞാൻ നോക്കട്ടെ, ഞാൻ ആദർശനോടൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്നൊക്കെ പറയണ. കനക പറഞ്ഞു, അത് വേണം. കാരണം ഇനിയിപ്പം ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ 7 മാസമായി കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്ന് നിൽക്കുമല്ലേ. അപ്പൊ കുറച്ച് നാൾ എന്തായാലും ഞാനിവിടെ ഉണ്ടാവില്ലോ എന്നൊക്കെ നയന പറയുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് നയനയെ കൂട്ടിക്കൊണ്ടു പോകാൻ വരുവാണ്. അപ്പോഴേക്കും കനക ചോദിച്ചു, ഇതെന്താ മോ നേരത്തെ ഇങ്ങോട്ട് പോകുന്നെന്ന് ചോദിക്കാം. അതെ, ഇവളെ കൂട്ടിക്കൊണ്ട് എല്ലാം പറഞ്ഞിട്ട് അമ്മ എനിക്ക് അവിടെ സ്വസ്ഥത തരുന്നില്ല, അതുകൊണ്ട് രാവിലെ തന്നെ പോന്നു. മോനെ, ഇടയ്ക്ക് ഇവളെ ഇങ്ങോട്ടേക്ക് വരണം കേട്ടോ, കുറച്ച് ദിവസം ഇവളെ ഇവിടെ നിൽക്കട്ടെ.
ആ സമയം നന്ദു പറഞ്ഞു, പിന്നെ ആദർശേണ്ണ ആയിരിക്കണം ഇങ്ങോട്ടേക്ക് വിടുന്നേ. ആ സമയം ആദർശ് പറഞ്ഞു, അല്ല 7 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ തന്നെ അല്ലേ അമ്മേ, അപ്പൊ അതുവരെ അമ്മയ്ക്ക് നിർബന്ധം അവിടെ വേണമെന്ന്, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെന്നൊക്കെ. അത് കേട്ടപ്പോ കനക പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, മോൻ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയണേ. അതെ മോനെ, ഞാൻ ചായ എടുക്കാം. വേണ്ടമ്മേ, ഞാനിപ്പം ചായ കുടിച്ചിട്ട് വന്നോളൂ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മോനെ ഒരു കാര്യം കൂടെ, മോളെ കൊണ്ടായാലും നന്നായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ആ ജലജയുടെ സ്വഭാവമൊക്കെ അറിയാവുന്നോണ്ടാ, ചിലപ്പോ എന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര ശത്രുതയാ ഇപ്പൊ മോളോട്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അത് അപ്പച്ചിക്ക് മാത്രമല്ല നവ്യയ്ക്കും ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല. നവ്യയ്ക്ക് നല്ല ദേഷ്യമുണ്ട്, നന്ദുവിനോടെന്ന പോലെ തന്നെ ദേഷ്യം നയനയോടും ഉണ്ട്. ഇനിയിപ്പൊ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ അഭി ജയിലിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിലുണ്ടാവും. അങ്ങനെ വന്നാൽ ചിലപ്പം മുത്തശ്ശൻ അവനെ അടിച്ചു പുറത്താക്കാനും വഴിയുണ്ട്. ആ സമയത്ത് നന്ദു ഇങ്ങനെ ആദർശനെ നോക്കണേ. പെട്ടെന്ന് നയന പറഞ്ഞു, അതെ ആദർശേട്ടാ, ആദർശൻ്റെ ഒരു കാര്യം ചായ കുടിക്കാനൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശന്റെ കൈ പിടിച്ചങ്ങോട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ഈ സമയത്ത് കനക പറഞ്ഞു, അതെ നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് നയന പറഞ്ഞു, ഞാൻ ഇപ്പത്തേനും വരാം, പെട്ടെന്ന് റെഡി ആയിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് പറഞ്ഞു, അല്ല അബീനി കുറച്ചു ദിവസം കഴിയുമ്പോൾ പുറത്തിറങ്ങുമല്ലേ? അതെ ആദർശേട്ടാ, അവൻ പുറത്തിറങ്ങും. നന്ദു, നിന്നോടെ ഏറ്റവും കൂടുതൽ ദേഷ്യം നവ്യയ്ക്ക്. അത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല ആദർശേട്ടാ, അല്ലെങ്കിലും നവ്യേച്ചയുടെ ദേഷ്യം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങളൊന്നും നടക്കത്തില്ല എന്ന് പറയണം. നവ്യേച്ചയുടെ സ്വഭാവം എനിക്ക് പണ്ടേ അറിയാവുന്ന ആണല്ലോ. അല്ല, നിനക്ക് കല്യാണാലോചന വലുതും വീണ്ടും വന്നിട്ടുണ്ടോ? ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞേ, പുതിയതായിട്ടൊന്നും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അല്ല, അനിയുടെ കാര്യം അറിയാലോ, എനിക്കാണെങ്കിൽ അനിയും നീയും ഒക്കെ ഒന്നിക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഒരു പക്ഷേ ഇവിടെ നിന്റെ അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കുവാണെങ്കിൽ നമുക്ക് നിങ്ങളുടെ വിവാഹം അങ്ങ് നടത്താം. ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതം അതിന്. അപ്പോഴേക്കും നന്ദുവിന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ആദർശ് പറഞ്ഞു, അല്ല നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല, ഞാനുള്ള കാര്യമാണ് പറഞ്ഞേ. എനിക്കോ നയനിക്കോ ഒന്നും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്നതിൽ ഒരു വിഷമമില്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കാണണമെന്ന എൻ്റെ ആഗ്രഹം. ഒരു പക്ഷേങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ഈ വീട്ടിലുള്ളവരെ നീ സമ്മതിപ്പിക്കാൻ നോക്ക് എന്നൊക്കെ നന്ദുവിനോട് പറഞ്ഞു. നന്ദുവിന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സന്തോഷവും തോന്നി, അതിലുപരി സങ്കടവും തോന്നി. ഒരു പക്ഷേ അച്ഛനും അമ്മയൊക്കെ സമ്മതിക്കുമായിരുന്നെങ്കിൽ തനിക്കും എനിക്കും ഒന്നിക്കാലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ നയനയും കൂട്ടി ആദർശ് വീട്ടിലേക്ക് വരിക. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ബാലക്കണിയിൽ നിന്ന് നവ്യ ആ കാഴ്ച കാണുകയാണ്. അവർ രണ്ടുപേരും കൂടെ സന്തോഷത്തോടെ ഇറങ്ങി വരുന്നത്. അങ്ങനെ കാറിനകത്ത് നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും നയനയോട് ആദർശ് പറഞ്ഞു, അതെ നീ എന്താണെങ്കിലും 2 ദിവസം എന്ന് പറഞ്ഞിട്ട് ഇതേ ഇപ്പൊ അമ്മയ്ക്കാണ് ആകെപ്പാടെ സങ്കടമുണ്ട്. അതെ ആദർശേട്ടാ, എനിക്ക് അവിടെ പെട്ടെന്ന് അങ്ങോട്ട് പോരാൻ പറ്റുമോ? ആ വീട്ടിലെല്ലാവരും നല്ല സങ്കടത്തിൽ അറിയാലോ. നവ്യേച്ചിയുടെ കാര്യമൊക്കെ ഓർത്തിട്ട് അവർക്ക് നല്ല വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അത് ശരി തന്നെയാ, നിന്റെ നവ്യേച്ചി വെല്ലുവിളിച്ചിരിക്കുമല്ലേ നന്ദുവെ അനിയൻ തമ്മിൽ ഒന്നിപ്പിക്കില്ല എന്നും പറഞ്ഞോണ്ട്. പക്ഷെ എന്റെ മനസ്സിലെ ആഗ്രഹം എന്താണെന്നറിയാവോ? അവർ രണ്ടുപേരും ഒന്നിക്കണമെന്നാ. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ എനിക്കും അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും അവര് സമ്മതിച്ചാൽ മതിയായിരുന്നു. അല്ല, നന്ദുവിന് ഇപ്പൊ ഭയങ്കര ആശ്വാസമാ. ഇപ്പൊ പുതിയ കല്യാണാലോചനയൊന്നും അവര് കൊണ്ടുവരുന്നില്ലല്ലോ. അതെ, പുതിയ ആലോചനയൊന്നും കൊണ്ടുവരുന്നില്ല. പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അനിയും കൂടെ ഒന്നിക്കാനായിട്ട് അവര് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ മനസ്സ് മാറണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്ന ആദർശേട്ടാ. നോക്കാം നമുക്ക് എന്തേലും വഴിയുണ്ടോന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഒരു അകത്തേക്ക് കയറി വരുവാണ്. ഈ സമയത്ത് നവ്യ ഇങ്ങനെ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നവ്യ ചിന്തിച്ചു, രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാ. ആദർശ് വലിയ തെറ്റ് ചെയ്താ, എന്നിട്ടോ അവന്റെ തെറ്റൊന്നും അവൾക്ക് ഒരു പ്രശ്നമില്ല. അവൾ എത്ര സന്തോഷത്തോടു കൂടിയിട്ടാ അവനോടൊപ്പം നടക്കുന്നത്. ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. തന്റെ കണ്ണീര് കണ്ടിട്ട് ആരും സന്തോഷിക്കണ്ട. തന്റെ ഭർത്താവ് ജയിലില്ല. ആ സമയത്ത് അവർ രണ്ടുപേരും ഭയങ്കര സന്തോഷിച്ച് നവ്യക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം നവ്യയുടെ ആ പഴയ സ്വഭാവം വീണ്ടും പുറത്തിറങ്ങാൻ തുടങ്ങി. ഈ സന്തോഷം താൻ തല്ലിക്കെടുത്തും എന്നൊരു ചിന്തയാണ് നവ്യയുടെ മനസ്സിലേക്ക് പിന്നെ വരുന്നത്. സ്വന്തം അനുജത്തിയാണെന്നോ അല്ലെങ്കിൽ അവളുടെ ജീവിതമാണോ പോകുന്നതെന്നൊന്നും നവ്യ കരുതുന്നേ ഉണ്ടായിരുന്നില്ല. ഇതേ സമയം ദേവേനി നയനയുടെ ഒരു ഫോട്ടോയൊക്കെ ഫോണിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നയന മുറിയിലേക്ക് കയറി വരുന്നത്. അങ്ങനെ നയന വന്ന് ദേവേനിയുടെ കണ്ണ് പൊത്തുക. ദേവേനി പറഞ്ഞു, ഈ കൈയുടെ സ്പർശം എനിക്കറിയാൻ പറ്റുന്നുണ്ട്, എനിക്കറിയാം ഇത് മോളാന്നുള്ള കാര്യം. അപ്പോഴേക്കും നയന പറഞ്ഞു, അമ്മയാള് കൊള്ളാലോ എന്ന് പറയണം. പിന്നെ അതെ, ഇന്നലെ ആദർശാണെങ്കിൽ ഒരു പോള കണ്ണുറങ്ങിയിട്ടില്ല മോൾ ഇവിടെ ഇല്ലാത്തോണ്ട്. പിന്നെ അങ്ങനെയല്ലല്ലോ ആദർശേട്ടൻ എന്നിട്ട് പറഞ്ഞേ, അമ്മയ്ക്കായിരുന്നല്ലോ വിഷമെന്ന്. അത് പിന്നെ മോളില്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. മുമ്പത്തെ പോലെയല്ല. ഇനിയിപ്പോ 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോള് വീട്ടിലല്ലേ പോയി നിൽക്കുന്നേ. ഇവിടെ എനിക്ക് മാത്രമല്ല, ജയണ്ണൊക്കെ ചോദിക്കുകയും ചെയ്തു എന്താ മോള് വരാത്തേന്നൊക്കെ. മോളില്ലാത്തോണ്ട് എല്ലാവർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. നയന പറഞ്ഞു, അതെ ഇങ്ങനെ പോയിട്ടുണ്ട് 7 മാസത്തെ എന്നെ അങ്ങോട്ടേക്ക് വിടുവോ? അത് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ എങ്ങാനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയൊക്കെ ഇങ്ങോട്ടേക്ക് വരും.
ഒരു കാര്യം ചെയ്യുക, 7-ാം മാസം എന്നെ കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം കുറച്ച് ദിവസമൊക്കെ അവിടെ പോയി അവിടെ വന്ന് നിൽക്കാം. കാരണം അത് ആദർശേട്ടൻ വാങ്ങിക്കൊടുത്ത വീടല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആലോചിക്കാം. മോൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരമൊക്കെ ഉണ്ടാക്കി തരാം. അല്ല, മോൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ മോൾക്ക് ഇഷ്ടപ്പെടാൻ വഴിയില്ല. ഞങ്ങൾ ഉണ്ടാക്കി തരുന്നതല്ലേ. കുഞ്ഞുനാളിലെ മുതൽ മോള് കഴിച്ചുകൊണ്ടിരുന്ന ആഹാരത്തിന് അത്രയും രുചിയൊന്നും വരത്തില്ല എന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെയാണെങ്കിൽ മോള് വാ. ദേ, മോളുടെ മുത്തശ്ശിയും കാത്തിരിക്കുമായിരുന്നു മോള് വരാൻ വേണ്ടിയിട്ട്. 2 ദിവസം ഇല്ലാതിരുന്നപ്പം അമ്മയ്ക്ക് നല്ല സങ്കടമായിരുന്നു. അതെ, ഞാനും അമ്മയും കൂടെ കാത്തിരിക്കുക മോള് വന്നിട്ട് മോൾക്ക് ഓരോ ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി തരാൻ എന്നും പറഞ്ഞ് നയനയുടെ കൈയും പിടിച്ച് നേരെ അടുക്കളയിലേക്ക് പോയി. അങ്ങനെ അവർ അടുക്കളയിലേക്ക് വരുമ്പോൾ ജാനകി ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ദേവേനി ചോദിച്ചു, അല്ല ജാനകി, നീ ഇതെല്ലാം തയ്യാറാക്കി വെച്ചോ? പിന്നെ ഇനിയിപ്പോൾ 2 അടുക്കള വേണ്ട, ഒരടുക്കള മതിയെന്ന് ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു. അപ്പോഴേക്കും നയന പറഞ്ഞേ, ഇളയമ്മയ്ക്ക് നല്ല മാറ്റമാണല്ലോ. അതെ, ഇപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട്. ഇനിയിപ്പം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്നാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നൊരു കാര്യമുണ്ട് കേട്ടോ, നന്ദുവിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നന്ദുവിനെ ഒരു കാരണവശാലും ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. അത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, അല്ല, ഞാൻ നോക്കിയിട്ട് ആ അനാമയ്ക്കിട്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന. അതെ, അങ്ങനെയൊക്കെ ആണെങ്കിൽ ശരി തന്നെ. പക്ഷേങ്കിൽ എനിക്ക് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന താല്പര്യമില്ല. ഒരു വീട്ടിൽ നിന്ന് തന്നെ 3 മക്കള് ഈ കുടുംബത്തിന്റെ മരുമകളായിട്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. അത് വേണ്ടതാനും. അപ്പോഴേക്കും നയന പറഞ്ഞു, അതെ, ഇനിയിപ്പം അപ്പച്ചി ഇളയമ്മ സമ്മതിച്ചാലും ശരി, എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും സമ്മതിക്കുമെന്ന് തോന്നില്ല. അവർക്ക് ഈ ബന്ധത്തോട് ഒട്ടും താല്പര്യമില്ല. അവർ പറയണേ ഈ ബന്ധം വേണ്ടെന്നാ പറയണേ. അത് കേട്ടപ്പം ജാനകി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, മോള് വാ എന്ന് പറയണ. ആ സമയം ജാനകി പറഞ്ഞു, ഇനിയിപ്പം നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കും കേട്ടോ. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തന്നോളാം. അപ്പോഴേക്കും നയനയോട് ദേവേനി പറഞ്ഞു, മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എന്താണെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും ജാനകി. എന്ത് വേണമെന്ന് മോളൊരു വാക്ക് പറഞ്ഞാൽ മതി. ദേ, 2 ദിവസം മോളെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ആകെപ്പാടെ വിഷമമായിരുന്നു. ആ സമയം ജാനകി വെച്ച്, ഇങ്ങനെയാണെ 7-ാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യും? 7-ാം മാസമല്ലേ, അത് പിന്നെ ആലോചിക്കാം. അതൊക്കെ ഓരോരുത്തരായിട്ട് ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ചടങ്ങല്ലേന്നേ. അതിപ്പോ പോണോന്ന് നിർബന്ധമുണ്ടോ? ആഹാ, അമ്മ കൊള്ളാലോ. അപ്പൊ 7-ാം മാസത്തെ എന്നെ വീട്ടിലേക്ക് വിടത്തില്ലേ? നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാന്ന് പറയണ. അതും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടെ കഴിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ നവ്യ അബിയെ കാണാനായിട്ട് ജയിലിലേക്ക് വന്നു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബി പറഞ്ഞു, ഇവിടെ കള്ളനും കൊലപാതകളും ഒക്കെ കിടക്കുന്ന സ്ഥലം അവിടെ. എൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? വളരെ പരിതാപകരമോ നവ്യെ. അവർ കാല് തടവി കൊടുക്കാൻ പറഞ്ഞാൽ തടവി കൊടുക്കണം, കൈ തടവി കൊടുക്കാൻ പറഞ്ഞാൽ തടവി കൊടുക്കണം. അല്ലെങ്കിൽ എനിക്കിവിടെ നല്ല അടി കിട്ടും. ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ട് ഇവിടെ കഴിയുന്നതെന്നറിയാവോ? ഇതിനെല്ലാത്തിനും കാരണമുണ്ടല്ലോ അവളുണ്ടല്ലോ, അനുജത്തി നയന, അവളാന്ന് പറയണ. നന്ദുവിനെ കൊണ്ട് അവളെല്ലാം ചെയ്യിച്ചാന്ന് പറയാ. നബി പറഞ്ഞു, നീ വിഷമിക്കണ്ട, എനിക്കറിയാൻ പറ്റുന്നുണ്ട്. കാരണം നിന്റെ വേദന എന്താന്ന്. അല്ല, സത്യമായിട്ട് ഞാൻ ചോദിക്കുക, നീ ആ അച്ഛൻ്റെ അമ്മയുടെ മോള് തന്നെയാണോ? അല്ല, നിനക്കാണെങ്കിൽ അവിടെ ഒരു വിലയില്ലാന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. നന്ദുവിനും നയനയ്ക്കും എല്ലാം ഉണ്ട്, പക്ഷെ നിന്നെ അവർക്ക് ഒട്ടും ഇഷ്ടമില്ലാന്ന് തോന്നല്ലോ. എൻ്റെ അവസ്ഥ കണ്ടില്ലേ? ഞാനും എൻ്റെ അമ്മയൊക്കെ പിന്നെ പുറംപോക്കളാ. അതാണ് ഞങ്ങൾക്ക് ആ വീട്ടിലൊരു സ്ഥാനം ഇല്ലാത്ത. പക്ഷെ നീയോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നബി പറഞ്ഞു, നീ പേടിക്കണ്ട. നിന്റെ അമ്മ പറയുന്ന ഓരോ കാര്യങ്ങളും ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കുന്നുണ്ട്. അനി അമ്മ നിന്റെ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അതേപടി അനുസരിക്കുകയും ചെയ്യും. അപ്പോഴേക്കും അബി പറഞ്ഞു, ഇതെങ്ങനെ വെറുതെ വിടാൻ പാടില്ല നബിയെ. പുറത്തിറക്കുമ്പോൾ നല്ല പണി തന്നെ കൊടുക്കണം. ഒരു കാരണവശാലും ഒന്നിനെയും വെറുതെ വിടല്ലേ. അപ്പോഴേക്കും നബി പറഞ്ഞു, അതെ, അത് ഞാനും ആലോചിച്ച കാര്യമാണ്. എൻ്റെ മനസ്സിലും ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.